നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിലൊക്കെ വരുന്ന ചോദ്യങ്ങളുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. PSCയുടെ ചോദ്യ പാറ്റേണുകളൊക്കെ പിന്നീട് മാറുന്നു. സാധാരണ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം എടുക്കുന്ന രീതിയൊക്കെ മാറ്റിയിട്ട് ചോദ്യകർത്താവ് തൻ്റെതായ ഭാഷയിലൊക്കെ ചോദ്യം ഉണ്ടാക്കി തുടങ്ങുന്നു. അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ PSC ചോദ്യങ്ങളൊക്കെ പുതിയ ചോദ്യങ്ങൾ, പലരും കാണാത്ത കുറച്ച് ചോദ്യങ്ങൾ, സിലബസിൽ ഇല്ലാത്തതല്ലേ ചോദിച്ചേക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന പല പല ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. +2 ലെവൽ എക്സാമുകളൊക്കെ പ്രത്യേകിച്ചും പരിശോധിക്കുകയാണെങ്കിൽ ഫയർമാന്റെയോ അല്ലെങ്കിൽ ഫയർമാൻ ഡ്രൈവറിന്റെയോ വുമൺ CPO ഡിഗ്രി ലെവൽ ഫേസുകളിലെ എക്സാമോ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് ഒരു അല്പം മാറ്റങ്ങളൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ PSC എടുക്കുന്ന ആ ജോലി അല്ലെങ്കിൽ PSC എങ്ങനെയാണോ ചോദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ രീതിക്ക് മാറ്റമില്ല. ഞാൻ പറയാം, ചോദ്യങ്ങൾക്ക് അല്പം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ PSC ചോദ്യം എടുക്കുന്ന രീതി അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ഈ പുതിയ ചോദ്യങ്ങൾ, പുത്തൻ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്നാണ് ചോദ്യകർത്താവ് എടുക്കുന്നത്, അത് പരിശോധിക്കുകയാണ്, അത് തേടി പോവുകയാണ്. ഒരു സോഴ്സ് കണ്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഫയർമാന്റെ തൊട്ടു മുമ്പ് നടന്ന ഫയർമാന്റെ ചോദ്യമാണ്. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പെട്ടെന്ന് ഇത് കണ്ടാൽ ഇത് ഏതുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ആ ചോദ്യ പേപ്പറിൽ ജോഗ്രഫിയുടെ ആയതുകൊണ്ട് അതിനോട് ചേർന്നിട്ടുള്ള തിയറിയാണ് എഴുതുന്ന ആൾക്ക്, ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. നെബുല തിയറി എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിന്റെയും ഗ്രഹങ്ങളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. നെബുല തിയറിയെ കുറിച്ച് SCERTയിൽ നിങ്ങൾ നോക്കിയാൽ കാണുകയില്ല. നെബുല തിയറിയെ കുറിച്ച് പറയുന്നത് എവിടെയാണെന്നറിയോ? ഇതിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. NCERT +1 എടുക്കുക, അതിലെ 2ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഇതിനകത്ത് സോളാർ സിസ്റ്റത്തിന്റെ ഫോർമേഷനും അതുപോലെ പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ് തിയറിയും ഇങ്ങനെയുള്ള ഈ ഉത്ഭവത്തിന്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് സൗരയൂഥത്തെ കുറിച്ചോ അതിന്റെ ഫോർമേഷനെ കുറിച്ചോ ഒന്നും സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ പഠിക്കാറില്ല. പക്ഷെ ചോദ്യം വന്നേക്കുന്നത് ആ ചാപ്റ്ററിൽ നിന്നാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നു, ഭൗമോൽപത്തിയെ സംബന്ധിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റ് അവതരിപ്പിച്ച വാദമാണ് ഏറ്റവും ശ്രദ്ധേയം. ആ വാദത്തെ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ലാപ്ലേസ് പുനരാവിഷ്കരിച്ച്, ലാപ്ലേസ് തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നെബുലാർ സിദ്ധാന്തം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു, പിന്നീട് അറിയപ്പെട്ടു. അപ്പൊ നെബുല സിദ്ധാന്തം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഐഡിയ ഉണ്ടാക്കിയ ആൾ ആരാണ്? ഒരു നെബുല എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനും അതിനെ ചുറ്റി കുറെ വാതകങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. അതിനെ നമുക്ക് നെബുല എന്ന് വിളിക്കാം. ഇത് നല്ലപോലെ കറങ്ങി ഇതിൽ നിന്നും അകന്നകന്നു പോയി രൂപപ്പെട്ടതാണ് ഓരോ ഗ്രഹങ്ങളും എന്നൊക്കെയാണ് തിയറി പറയുന്നത്. അപ്പൊ ഇമ്മാനുവൽ കാന്റ് ആണ് ഉത്തരം. ഇമ്മാനുവൽ കാന്റിന്റെ നെബുല തിയറിയെ PSC എടുത്തത് അത് +1 NCERTയിൽ നിന്നാണ്. ചാപ്റ്റർ 2 ഭൗമോൽപത്തിയും പരിണാമവും. അവിടെ പല തിയറികളും പറയുന്നുണ്ട്. ഈ തിയറികൾ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാ എക്സാമുകൾക്കും ഈ വാദം ചോദ്യം വരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ഈ ചോദ്യം വന്നത് ഇവിടെ നിന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫയർമാന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്തൊരു ചോദ്യമാണ്. P ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? നിഴൽ മേഖല സാധാരണ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളിലോ ചിലപ്പോൾ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറിൽ പോലും അങ്ങനെ കാണാറില്ലാത്തൊരു ഭാഗമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത്, ഈ ചോദ്യത്തിന്റെ ഉത്തരം P തരംഗത്തിന്റെ നിഴൽ മേഖല, അതായത് ബോഡി വേവ്സ് ആയിട്ടുള്ള P വേവിനും S വേവിനും ഷാഡോ സോണുകൾ അഥവാ നിഴൽ മേഖലകൾ ഉണ്ട്. അതിൽ P വേവിന്റെ നിഴൽ മേഖല ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഒരു ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് B ഓപ്ഷൻ ആണ്. 103 തൊട്ട് 142 വരെ, 103 ഡിഗ്രി തൊട്ട് 142 വരെ. എന്തുകൊണ്ട് അത് PSC പ്രൊവിഷനിൽ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് അതിന്റെ ആൻസർ വന്നു എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ NCERTയിലെ ചാപ്റ്റർ 3 NCERT +1 അകത്ത് ലോകത്തിന്റെ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ 2 ബുക്കുകളുണ്ട്. ഒന്ന് ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫി, ഒന്ന് വേൾഡിന്റെ മൊത്തം അല്ലെ ഭൂമിയുടെ മൊത്തം ഫിസിക്കൽ ജോഗ്രഫി. അതിൻ്റെ അകത്ത് 3ാമത്തെ ചാപ്റ്ററിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഘടന അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളറ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് P തരംഗങ്ങളുടെ നിഴൽ മേഖല 105 മുതൽ 145 ഡിഗ്രി വരെ ആവും. S തരംഗങ്ങളുടെ അങ്ങനെയല്ല, 105 മുതൽ 105 വരെയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 105 ശേഷമുള്ള പ്രദേശത്തൊന്നും S തരംഗങ്ങൾ എത്തിച്ചേരുന്നില്ല. അപ്പൊ 105 മുതൽ പിന്നെയുള്ള ഏരിയ മുഴുവൻ എസിന്റെ ഷാഡോ സോൺ ആണെന്നും
105 മുതൽ 145 വരെയുള്ള ഭാഗം, 105 കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് എസിന്റെ, 105 മുതൽ 145 വരെ പി വേവിന്റെ ഷാഡോ സോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ശരിയാണ്, 105 തൊട്ട് 145 വരെ നല്ല ഓപ്ഷനിൽ 103 തൊട്ട് 142 വരെ എന്നാ. ഇത്രയും ക്ലോസ് ആയിട്ട് ഒരു ചോദ്യകർത്താവ്, അതായത് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ തന്ന് നമ്മളെ തെറ്റിക്കുകയില്ല, അങ്ങനെ തെറ്റിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ 103 തൊട്ട് 142 വരെയാണ് ശരിയായ ഉത്തരം. ഇനി ഈ NCERT വൃത്തിക്ക് പഠിച്ചിട്ട് പോയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി, ഇത് പഠിച്ചിട്ട് പോയ ഒരാള് 105 തൊട്ട് 145 വരെ അല്ലേ, ഇത് വരില്ലല്ലോ, അപ്പൊ ഡി അല്ലേ ഉത്തരം, ഇവ ഏതുമല്ല അല്ലേന്നും പറഞ്ഞൊരു ചലഞ്ചിന് പോയാൽ ഇതിന്റെ ആൻസർ ചേഞ്ച് ആവും. ബി മാറി ഒരു പക്ഷെ ഡി ആയേക്കാം. ബി മാറി ഫൈനൽ വരുമ്പോൾ ഒരു പക്ഷെ അത് ഡി ആയേക്കാം, പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 2 NCERT സോഴ്സുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഫയർമാന്റെ ക്വസ്റ്റ്യൻ 84/25 ക്വസ്റ്റ്യൻ പേപ്പർ 84 ഇത് രണ്ടും ഫയർമാൻ ഡ്രൈവർ ആണ്. സോറി, ഇത് രണ്ടും നെബുല തിയറി ചോദിച്ചത് ഫയർമാൻ ഡ്രൈവറിനാണ്, അതുപോലെ ഷാഡോ സോണുകൾ ചോദിച്ചതും ഫയർമാൻ ഡ്രൈവറിനാണ്. ഇനി ഫയർമാന്റെ ചോദ്യ പേപ്പർ. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ പരാമർശങ്ങളിൽ ഏതാണ് ശരി? എല്ലാവരും വായിച്ചു നോക്കി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് ഈ സ്ഥലങ്ങളിലാണ്. ശരിയാണ്. ജസ്റ്റ് തുണിമില്ലുകളൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് ഗുജറാത്തിലും നമ്മുടെ മഹാരാഷ്ട്രയിലുമാണ്. യഥാക്രമം ബോംബെയിലും അല്ലെങ്കിൽ ബോംബെയിലും അഹമ്മദാബാദ് ആ ഒരു റീജിയണിലാണ്. അപ്പൊ അത് ശരി, എല്ലാവർക്കും ഒന്ന് ശരിയെന്ന് മനസ്സിലാവും. ഇത് നോക്കേണ്ട പോലും കാര്യമില്ല, എല്ലാ ഓപ്ഷനിലും ഒന്നുണ്ട്. പിന്നെ അത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. 2, സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയുടെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പൊ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു, കറക്റ്റ് ആണ്. 1ഉം 2ഉം ശരിയാണ്. പിന്നെയുള്ള ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ എല്ലാവർക്കും പ്രശ്നമായിരുന്നു. 1920 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം വന്നുകൊണ്ട് ഇത് പ്രശ്നമാണോ നല്ലതാണോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. തമിഴ്നാട്ടിൽ ഇതിനു മാത്രം ജലവൈദ്യുതി ഉണ്ടോ? അത് കാരണം തുണി വ്യവസായം വർദ്ധിച്ചു, ഒക്കെ പ്രശ്നമാണ്. നോക്കാം, ഈ ചോദ്യം വന്നേക്കുന്നത് +2 NCERT ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 8ഓ 9ഓ ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ 8ആണ്. ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ മുംബൈയിലും അഹമ്മദാബാദിലും ആദ്യ മില്ലുകൾ സ്ഥാപിച്ചു. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ വായിച്ചു പോവാം. ഇങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ അനുകൂലിച്ച് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം ഈ വ്യവസായത്തിന് ഒരു പ്രേരക ശക്തിയായി മാറി. സ്റ്റേറ്റ്മെന്റ് 2ാമത്തെ സ്വദേശി പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. 3 വർഷം നോക്കിയേ. 1921 ശേഷം റെയിൽവേ ശൃംഖലയുടെ വികസനത്തോടെ മറ്റു പരുത്തി തുണി കേന്ദ്രങ്ങളും അതിവേഗത്തിൽ വികാസം പ്രാപിച്ചു. സ്റ്റേറ്റ്മെന്റ് 3. പിന്നെ തൊട്ടടുത്തില്ല, ഇങ്ങനെ പോണം. താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ വ്യവസായത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമായത് മില്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ജലവൈദ്യുതിയുടെ ലഭ്യതയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ ആ പാരഗ്രാഫിന്നാണ്. +2 കൂടുതലും +1 NCERT നമ്മുടെ സിലബസുമായി ചേർന്ന് നിൽക്കുന്ന NCERT പാഠഭാഗങ്ങൾ ഉള്ളത് +1 ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ആണെങ്കിലും ലോകത്തിന്റെ ആണെങ്കിലും. +2 ചോദ്യം വരുന്നു. നമ്മുടെ ഇന്ത്യയുടെ വ്യവസായം, ഇന്ത്യയുടെ ഗതാഗത മേഖല, ഇന്ത്യയുടെ ആ ഒരു ഭാഗമുണ്ട്. ഇന്ത്യയുടെ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയ, ഇന്ത്യയുടെ ആ ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസിലുള്ള ആ ഏരിയ. അപ്പൊ അവിടുന്ന് ചോദ്യം വന്നാൽ ഇത് കണ്ട് നിങ്ങൾ ഇനി കുത്തിയിരുന്ന് ആദ്യമേ കയറി എല്ലാ NCERTയിലെ എല്ലാ ചാപ്റ്ററും വായിച്ചു പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇടയ്ക്ക് അവിടെ നിന്നും ചോദ്യം വരുന്നുണ്ട്. നിങ്ങളുടെ വായനയിൽ അതുകൂടെ ഉൾപ്പെടുത്തണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി തീർന്നിട്ടില്ല. ഇനി ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് NCERT പഠിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, ഫുൾ NCERT നമുക്ക് നോക്കാന്നായിരിക്കും. പോവണ്ട, നിൽക്കൂ, പോകണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി പറയാം. ചോദ്യം വുമൺ CPO തൊട്ടു മുമ്പ് കഴിഞ്ഞുള്ളൂ. വുമൺ CPO ചോദ്യപേപ്പർ കോഡ് 88/25. ചോദ്യം 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നേപ്പാളിലെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ചോദ്യം വന്നിരിക്കുന്നത് നോക്കണേ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക്, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഒന്നും കിടക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായി വേറിട്ട ചില മന്ത്രിസഭാ യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും അതായത്
നേപ്പാളും മാലദ്വീപും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. എല്ലാവർക്കും ഉണ്ട്, അവർ കൂടുതലായിട്ട് അനുഭവിക്കുന്നു. നോക്കിയേ, ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഈ കണക്കാക്കിയത് നോക്കണേ, ഇതിനു ശേഷം ഹിമാനികളുടെ ഉരുകൽ, കാലാവസ്ഥാ വ്യതിയാനം, ഈ രണ്ട് പരിപാടി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ലോകരാജ്യങ്ങളെ മൊത്തം ഒന്ന് അറിയിക്കാൻ, ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നേപ്പാളിൽ ഇവരെല്ലാം കൂടെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ കൂടിയത്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനവും ഹിമാലയത്തിൽ ഹിമാനികൾ അല്ലെങ്കിൽ എല്ലായിടത്തും ഹിമാനികൾ ഉരുകുന്നതുമാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. 3 ശരിയായിട്ടുള്ള ആൻസർ. കറക്റ്റ് ആൻസർ ഇതാണ്. ചോദ്യം വന്നത് പുതിയ SCERT. നോക്കിയേ, പുതിയ SCERT ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ചോദ്യം വരാൻ സാധ്യതയുള്ള മേഖല നോക്കിയേ, സമുദ്ര ജലനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകും. അപ്പൊ മാലദ്വീപിൽ കടലിന് താഴെ വെച്ച് ഇവർ എന്തിനാണ് മീറ്റിംഗ് കൂടിയതെന്ന് ചോദിച്ചാൽ സമുദ്ര ജലനിരപ്പ് ഉയരുന്നതാണ് അവിടെ അവർക്കുള്ള പ്രശ്നം. നേപ്പാളിൽ അവർ പ്രശ്നമായിട്ട് ഉന്നയിച്ചത് ഹിമാനികൾ ഉരുകുന്നതാണെങ്കിൽ മാൽദീവ്സിൽ ഇവർ കൂടിയത് സമുദ്ര ജലനിരപ്പ് ഉയർന്നാലുള്ള പ്രശ്നത്തെ ലോകത്തെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ എല്ലാവരെയും അറിയിച്ച് അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവർ സെറ്റാക്കിയത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നമുക്ക് മനസ്സിലായി. വുമൺ CPയുടെ ചോദ്യം. ഇനി വീണ്ടും വുമൺ CPയുടെ അടുത്ത ചോദ്യം, അതായത് ഇത് 7ാമത്തെ ചോദ്യമാണെങ്കിൽ അടുത്ത 8ാമത്തെ ചോദ്യം നമുക്ക് സോഴ്സ് നോക്കാം. ചോദ്യം ഇതാ, ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒറ്റയടിക്ക് കേട്ടാൽ നമുക്ക് തോന്നും ഇത് വടക്കേ അമേരിക്ക എന്നൊരു ഐഡിയ മാത്രമേ വരത്തുള്ളൂ. വടക്കേ അമേരിക്ക എന്ന് പറയുമ്പോൾ വടക്കേ അമേരിക്കയിലെ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ, കാനഡ, ഗ്രീൻലാൻഡ്, ഇങ്ങനെ ഓപ്ഷൻസ് വന്നിരിക്കുന്നു. നമുക്ക് നോക്കാം. പുതിയ SCERT ചാപ്റ്റർ 2 10ാം ക്ലാസ്, പുതിയ SCERT 10, ഈ സെയിം ചാപ്റ്റർ, ഇപ്പൊ ഏത് ചാപ്റ്റർ ആണോ പറഞ്ഞത് അത് തന്നെ. 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. ബോക്സ് കണ്ടന്റ്, വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെ ധാന്യക്കലവറ എന്ന് വിളിക്കുന്നു. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇവിടുത്തെ പ്രധാന കൃഷി ഗോതമ്പ് കൃഷിയാണ്. അത് ഇവിടുത്തെ വാലിഡ് പോയിന്റാ. ഗോതമ്പിന്റെ കേസ് ചോദിച്ചിട്ടില്ല, ബാക്കി ഇവിടെ ഉണ്ട്. അമേരിക്കയിലും മെക്സിക്കോയിൽ കുറച്ചെങ്ങാനും പറഞ്ഞാലേ ഉള്ളൂ. മെക്സിക്കോ ഒരു ഉഷ്ണമേഖലാ റീജിയനിൽ വരുന്ന ആളാണ്. അതേസമയം മിതോഷ്ണ മേഖലയിലാണ് കാനഡയും അമേരിക്കയൊക്കെ വരുന്നത്. അപ്പൊ മിതോഷ്ണ മേഖല പുൽമേടായ പ്രയറീസ് കൂടുതലും ഉള്ളത് അമേരിക്കയിലും കാനഡയിലുമാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ശരി. ഓപ്ഷൻ A is the right answer. സോഴ്സ് മനസ്സിലായി. ഏത് ചാപ്റ്റർ? 10ാം ക്ലാസ് 2ാമത്തെ ചാപ്റ്റർ. അടുത്ത ചോദ്യം വുമൺ CPOയിലെ തന്നെ അടുത്തൊരു ചോദ്യം. ഈ സെയിം വുമൺ CPOയിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം. നമുക്ക് തോന്നുന്നു ഇത് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമായിട്ട് വന്ന ചോദ്യമാണല്ലോ. കറണ്ട് അഫേഴ്സിൽ പ്രമോദ് സാറും പ്രദീപ് സാറൊക്കെ പഠിപ്പിച്ചതാണല്ലോ. അങ്ങനെയൊക്കെ തോന്നിയാലും ഇതിന്റെ സോഴ്സ് കാണിച്ചു തരാം. നോക്കിയേ, സെയിം ചാപ്റ്റർ SCERT 10ാം ക്ലാസ്, പുതിയ SCERT 10ാം ക്ലാസ് ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. സെയിം ചാപ്റ്റർ. ഇതിൽ ഏറ്റവും അവസാനം നിങ്ങൾ നോക്കിയേ, G20 ഉച്ചകോടി 2023 ന്യൂഡൽഹി. ഇതിന്റെ തീം ഇത് എഴുതി വെച്ചിരിക്കുന്നു, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന തീമിനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ ചോദിച്ചേക്കുക. അതിൻ്റെ കൂടെ ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം അങ്ങനെയൊക്കെ ഉണ്ട്. കറക്റ്റ് ചോദിച്ചേക്കുന്നത് ഇതാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 3 മാത്രം ശരി. D is the right answer. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് ജോഗ്രഫിയുടെ അവിടെ നിന്ന് 3 ചോദ്യം വന്നേക്കുന്നത്. നോക്കണേ, ചോദ്യകർത്താവ് എത്ര ലേസി ആയിരിക്കണം. വേറെ ചാപ്റ്ററിലേക്ക് പോലും പോയിട്ടില്ല, ഈ ചാപ്റ്റർ തന്നെ മതി, ഒരു 3 ചോദ്യം എടുക്കാം. അവിടുന്ന് തന്നെ വേൾഡ് ജോഗ്രഫിയുടെ ഭാഗത്തുള്ള 3 ചോദ്യം ഒപ്പിച്ചേക്കുക. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ചോദിക്കാനുള്ള അവിടെ ഇല്ലാത്തവരുടെ അവിടെ എടുത്തിട്ടില്ല. കേരള ജോഗ്രഫി ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം, അതും അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയെന്നുള്ളൂ. അതും ആ പരിസരത്ത് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചോദിച്ച് പുള്ളിക്കാരൻ തീർത്തേനെ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പുതിയ SCERT ചോദ്യങ്ങൾ വരുന്നു. NCERT തപ്പി പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതാണ്, പുതിയ SCERT നമുക്ക് വേണം ഒന്നും അതിൻ്റെ ഒഴിവാക്കാനില്ല. അടുത്ത ചോദ്യം നോക്കുക. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുത്ത് അഥവാ ഇരുണ്ടുള്ള മേഘം ഏതാണ്? നേർത്ത തൂവല് പോലെയുള്ള മേഘം ഏതാണ്? പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന മേഘം ഏതാണ്? ആകാശത്തിന്റെ സിംഹഭാഗം ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നത്. നിങ്ങൾ നോക്കിയേ, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു. പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം.
വളരെ ഉയർന്ന വിധാനത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘമാണ്. സിറസ്. അപ്പൊ നോക്കാം, നേർത്ത തൂവൽ പോലെ കാണുന്നത് സിറസ്. ഇവിടെ രണ്ടാമത്തെ എല്ലാം സിറസ് ഓപ്ഷൻ. അടുത്ത നോക്കാം, താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായിട്ട് രൂപപ്പെടുന്ന സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്ട്രാറ്റസ് മേഘം. പാളികളായിട്ട് പറഞ്ഞേക്കുന്ന ഏതാ? സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘമാണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായതാണ് ക്യൂമുലസ്. പഞ്ഞിക്കെട്ട് ക്യൂമുലസ് ആണ്. നെക്സ്റ്റ്, താഴ്ന്ന വിധാനത്തിലുള്ള ഇരുണ്ട മേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇരുണ്ട മേഘം ഏതാ? ഇരുണ്ട നിറമുള്ളത് നിംബസ്. അതറിയാമെങ്കിൽ ഉത്തരം നമുക്ക് കിട്ടി. ആദ്യത്തെ നിംബസ്, തൂവല് സിറസ, പഞ്ഞിക്കെട്ട് ക്യൂമുലസ, കൂടുതൽ ഭാഗം പാളികളായിട്ട് കാണപ്പെടുന്ന സ്ട്രാറ്റസ് ആണ്. ഈ മേഘങ്ങളുടെ ഡിവിഷൻ, അതിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് നല്ല ഇടക്കിടക്ക് ചോദ്യം കാണുന്നുണ്ട്. വന്നിരിക്കുന്നു പുതിയ SCERT ഒന്നാമത്തെ ചാപ്റ്റർ. പുതിയ SCERTയിൽ ഒന്നാമത്തെ ചാപ്റ്റർ, ഇത് പഴയ SCERTയിലും ഉണ്ട്, രണ്ടിലും ഉള്ള കണ്ടന്റ് ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ചാപ്റ്ററിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും അവിടെ നിന്ന് കയറിയാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും പോലീസ് ഡ്രൈവറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരണം. ഓർക്കണം, ഇന്ത്യൻ ജോഗ്രഫിയിൽ 9ാം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെ ബുക്കിലും 2ാമത്തെ ബുക്കിലും 5 ഉപദ്വീപീയ വിഭാഗങ്ങൾക്കും ഓരോ ചാപ്റ്റർ വീതമുണ്ട്. ഉത്തരപർവ്വത മേഖലയ്ക്ക് ഒരു ചാപ്റ്റർ, ഉത്തര മഹാസമുദ്രത്തിന് ഒരെണ്ണം, ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരെണ്ണം, മരുഭൂമിക്ക് ഒരെണ്ണം, തീരദേശത്തിന് ഒരെണ്ണം, അങ്ങനെയുണ്ട്. ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയായിട്ടുള്ള ശരിയായ വിവരണമാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ ഉണ്ട്, കിട്ടും. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതി ഉള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും സോഴ്സ് പറയാം. ഇന്ത്യയുടെ ഭൂരിഭാഗം ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതിയാണ് ഇത്. ഇനി അടുത്ത, സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. ശരി, ശരാശരി ഉയരം കിട്ടി, 600 തൊട്ട് 900 വരെ ത്രികോണാകൃതി നമുക്ക് കിട്ടി. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകിപ്പരുന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്സ്, നൈസ്, പരൽ രൂപങ്ങളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം കൊടുത്തത്. അപ്പോ ലാവ ഒഴുകിപ്പരന്ന് ബസാൾട്ടുകളാൽ രൂപപ്പെട്ടതാണ് ശരിക്കും നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഡെക്കാൻ പീഠഭൂമി ഭാഗം. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. വൃത്തിക്ക് ദേ കൊടുത്തിരിക്കുന്നു, നമ്മുടെ ഉപദ്വീപീയ നദികളുടെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ്. പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. നോക്കിയേ, ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ നൽകിയിരിക്കുന്നത് എന്താ? പൊതുവായ ചെരിവ്. ആ വാക്കൊക്കെ അതുപോലെയാണ്. പൊതുവായ ചെരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് മനസ്സിലായില്ലേ? ഇവിടെയോ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് തെറ്റല്ലേ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാ. അതുകൊണ്ട് ആ കിഴക്കോട്ട് എല്ലാ നദികളും ഒഴുകുന്നത്. അപ്പൊ 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, PSC ചോദ്യം എടുക്കുന്നത് ഇപ്പോഴും SCERT NCERT ഇവിടെ നിന്നൊക്കെ തന്നെയാണ്. ചില പുതിയ ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് എടുക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയ SCERT വന്നു, പുതിയ SCERT അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഇത് എവിടുന്ന് വന്നു എന്നുള്ള നമുക്കൊരു സംശയം തോന്നുന്നതാണ്. NCERT നമ്മൾ അധികം കിടന്ന് എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു, ഇങ്ങനെയൊക്കെ PSC ചോദിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. PSC സ്റ്റാൻഡേർഡ് ആവുന്നുണ്ട്, ശരിയാണ്, ചില ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ആക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ചോദ്യം ഇടുന്ന ആൾക്കാർക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പുതിയ SCERT കണ്ടന്റ് കൂടുതലുണ്ട്, പക്ഷെ ചോദ്യം അവിടെ നിന്ന് വരും, നമ്മളത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനിയുള്ള ക്ലാസ്സുകളിലും നമ്മൾ പുതിയ SCERT കണ്ടന്റുകൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തും. നിങ്ങളുടെ സ്വയമേ ഉള്ള പഠനത്തിലും SCERT കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തണം. അതുപോലെ SCERT പഠിച്ചതിന് ശേഷം NCERT നിങ്ങൾ വായിക്കണം. ഒരു പക്ഷേ NCERT ക്വസ്റ്റ്യൻസ് ഇതുപോലെ കയറി വരികയാണ്, നമ്മൾ കണ്ടു, വരുവാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ NCERT എന്നുള്ള ചോദ്യങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യില്ല. നമ്മൾ ആൻസർ ചെയ്താൽ ഒരു പടി മുമ്പിലേക്ക് നമ്മൾ കയറി നിൽക്കുന്നതായിരിക്കും, നമ്മുടെ റാങ്ക് ഒരു പടി മുമ്പിലേക്ക് കയറുന്നതായിരിക്കും. അപ്പൊ ഏകദേശം സോഴ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരിക. ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ വന്ന സോഴ്സ് പറയാനാണ് ആധികാരികമായിട്ട് എനിക്ക് പറ്റുക. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള സയൻസും മറ്റും എല്ലാം ഇതുപോലെ നിങ്ങൾക്ക് പുതിയ SCERT കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രാധാന്യം കൊടുത്തു പഠിക്കുക. ജോലി നിങ്ങൾക്ക് കിട്ടും, വിശ്വസിച്ച് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും നമുക്ക് കാണാം. Till then, bye.